നമസ്കാരം. സൈക്കോളജിയിലെ ഒരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ആദ്യം നമുക്കൊരു വീഡിയോ കാണാം. അതിനുശേഷം ആ വീഡിയോയെക്കുറിച്ച് ചർച്ച ചെയ്യാം. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ കണ്ടത് OCD എന്നുള്ള പ്രശ്നം വല്ലാതെ ബാധിച്ചിരിക്കുന്ന ആളുകളെയാണ്. അതായത് പുറമേ നിന്ന് നോക്കുന്ന ഒരാൾക്ക് ഇത് വളരെ തമാശയായി അനുഭവപ്പെടും എന്നുണ്ടെങ്കിലും ഇതിലൂടെ കടന്നു പോകുന്ന ആളുകൾക്ക് ഇത് വല്ലാത്ത ഒരു ബുദ്ധിമുട്ടാണ് കൊടുക്കുന്നത്. അതായത് അവർക്ക് ചെറുപ്പകാലം മുതൽ പലപ്പോഴും ആങ്സൈറ്റി അല്ലെങ്കിൽ OCD പോലെയുള്ള പ്രശ്നങ്ങളുണ്ടായിരിക്കാം. ഒരുപക്ഷെ പലതരത്തിലുള്ള OCDയിലൂടെ അവർ കടന്നുപോയ ആളുകളായിരിക്കാം. അത് അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ജീവിതത്തിൻ്റെ ഓരോ മേഖലയിലും ഓരോ സ്റ്റേജിലും അവർക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടാവാം. അതിന് കൃത്യമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കാതെ ആയിരിക്കാം അവർ മുന്നോട്ട് പോയത്. അതുപോലെ തന്നെ അവർക്ക് അവർ ചെയ്യുന്ന കാര്യങ്ങളിൽ എപ്പോഴും ഒരു സംശയമുണ്ടായിരിക്കാം. അല്ലെങ്കിൽ അതെപ്പോഴും 2-3 തവണ അത് ചെക്ക് ചെയ്യുക, അത് വീണ്ടും വീണ്ടും പരിശോധിച്ച് ഉറപ്പുവരുത്തുക എന്നുള്ള രീതിയിലുള്ള ചെക്കിംഗ് OCD എന്നുള്ള പ്രശ്നങ്ങളായിരിക്കാം ഉണ്ടാകുന്നത്. ഈ ഒരു വീഡിയോയിൽ കണ്ടത് ഏകദേശം 1 മിനിറ്റിൽ കൂടുതൽ ഒരു ഷട്ടർ ലോക്ക് ചെയ്തത് വീണ്ടും വീണ്ടും ചെക്ക് ചെയ്ത് ഉറപ്പുവരുത്തുന്ന ആളെയാണ്. അതായത് ഒരു തവണ നമ്മൾ ചെയ്യുന്നതിൽ കൂടാതെ അതിൽ കൂടുതൽ തവണ നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അതായത് അത് ലോക്ക് ചെയ്തോ എന്നുള്ളത് വീണ്ടും വീണ്ടും അത് ചെക്ക് ചെയ്ത് ഉറപ്പിക്കുന്നു. ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെക്ക് ചെയ്യേണ്ടി വരുന്നത്? അതായത് തങ്ങളുടെ കടയിൽ കള്ളൻ കയറുമോ, അല്ലെങ്കിൽ അതിൽ നിന്നും മറ്റു മുതലുകൾ അപഹരിക്കപ്പെട്ടു പോകുമോ എന്നുള്ള ഒരു പേടി, ആ ഒരു ചിന്തയാണ് അവരെ ഇതിന് പ്രേരിപ്പിക്കുന്നത്. ഇത് ഒരു അസാധാരണമായ രീതിയിൽ വളരെയധികം ആവർത്തിക്കുമ്പോഴാണ് അതൊരു അസ്വാഭാവികമായ കാര്യമായി തോന്നുന്നത്. 1-2 തവണ പലപ്പോഴും നമ്മൾ പൂട്ടുന്നത് ചെക്ക് ചെയ്യുക എന്നുള്ള ഒരു മനോഭാവം ചെയ്യാറുണ്ട്. പക്ഷേ അത് 1-ൽ കൂടുതൽ, 2-ൽ കൂടുതൽ, 3-ൽ കൂടുതലായി അത് കൂടുതൽ തവണ ചെയ്യുന്തോറും ഒരു ശരിയായ രീതിയല്ലാതെ, അല്ലെങ്കിൽ അതിലെന്തോ ഒരു ശരിയല്ലായ്മ എപ്പോഴും കണ്ടെത്താറുണ്ട്. ഈ കണ്ട വീഡിയോയിലും പലതവണ ഒരേ പ്രവൃത്തി ആവർത്തിച്ച് ചെയ്യുന്നതിലൂടെ തന്നെ ഈ ഒരു പ്രവൃത്തി അതൊരു സ്വാഭാവികമായുള്ള ഒരു പ്രവൃത്തി എന്നതിൽ കൂടുതലായി അതൊരു ഒബ്സസീവായ ചിന്തകൾ കാരണമുണ്ടാകുന്ന ഒബ്സസീവ് കമ്പൽസീവായ ഒരു പ്രവൃത്തിയായിട്ട് നമ്മൾക്ക് വിലയിരുത്തേണ്ടി വരും. വളരെയധികം തവണ ക്രോസ് ചെക്ക് ചെയ്ത് ആരൊക്കെയാണോ ഇത് നോക്കി നിൽക്കുന്നത് അവർക്ക് എന്തു തോന്നും എന്നൊന്നും അവരെ അത് ബാധിക്കുന്നതേയില്ല. അവരുടെ മനസ്സിൽ ഉള്ള ഒരു കാൽക്കുലേഷൻ അനുസരിച്ച് ഇത്ര തവണ ഇത് ചെക്ക് ചെയ്താലേ എനിക്ക് സമാധാനം കിട്ടൂ, എന്ന് വീട്ടിൽ പോയി സുഖമായി കിടന്നുറങ്ങാൻ പറ്റൂ എന്നുള്ള രീതിയിൽ അവരത് വീണ്ടും വീണ്ടും ചെക്ക് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ഇതിലൊരു തരത്തിലും അവരെ കളിയാക്കേണ്ട ഒരാവശ്യം ഇല്ല. അത് വളരെ സീരിയസ് ആയിട്ടാണ് അവർ ചെയ്യുന്നത്. കാരണം അവരുടെ മനസ്സിനെ അവർക്ക് തൃപ്തിപ്പെടുത്തണം എന്നുണ്ടെങ്കിൽ ഇത്ര തവണ അത് ചെക്ക് ചെയ്യണം. അങ്ങനെയാണെങ്കിലേ അവർക്ക് വീട്ടിൽ പോയി സമാധാനത്തോടു കൂടി കിടന്നുറങ്ങാൻ പറ്റും. അപ്പോൾ നമുക്ക് പഠിക്കേണ്ട കാര്യം എന്താണ്? ഇത്തരത്തിൽ OCD എന്നുള്ള പ്രശ്നം നമ്മളെ ജീവിതത്തെ ബാധിക്കുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ പോകുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഒരു നല്ല മാനസികാരോഗ്യ വിദഗ്ധനെ കണ്ട് ഇതാണ് എൻ്റെ പ്രശ്നം, ഒബ്സസീവായ ചിന്തകൾ വരികയും അതിനനുസരിച്ച് കമ്പൽസീവായിട്ടുള്ള പ്രവൃത്തികൾ നിരന്തരം ആവർത്തിച്ച് ചെയ്യേണ്ടി വരികയും ചെയ്യുന്നു എന്നുള്ളത് നമ്മൾ അവരോട് സംസാരിക്കണം. അതുകൊണ്ട് തന്നെ
ഇത് എങ്ങനെയാണ് ഇതിനെ പ്രതിരോധിക്കേണ്ടത് എന്നുള്ള വിധം നമ്മൾ അവരോട് അന്വേഷിക്കണം. മരുന്ന് കഴിച്ച് മാറ്റേണ്ട പ്രശ്നമാണെങ്കിൽ അത് തീർച്ചയായും ഒരു മടിയും കൂടാതെ മരുന്ന് ചികിത്സ സ്വീകരിക്കണം. മരുന്ന് ചികിത്സ സ്വീകരിച്ച് അതിന് എത്ര സമയത്തേക്കാണ്, എത്ര കാലത്തേക്കാണ് അത് മരുന്ന് ചികിത്സ സ്വീകരിക്കേണ്ടത് എന്ന് കൃത്യമായി അന്വേഷിച്ച് അത് കൃത്യമായി ഫോളോ ചെയ്തത് ആ ചികിത്സ സ്വീകരിക്കണം. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ മറ്റു വീഡിയോകളിൽ പറഞ്ഞതുപോലെ കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി പോലെയുള്ള ചികിത്സാ രീതികളിലൂടെ ആ ചികിത്സ മുന്നോട്ട് കൊണ്ടുപോകണം. അത് പരിപൂർണമായി മാറ്റണം. ഇപ്പോൾ ഈ ഒരു വീഡിയോയിൽ കണ്ടത് വളരെ പ്രായം കൂടിയ ആളുകളാണ്. അവർക്ക് ആ ഒരു പ്രായത്തിൽ പോലും അവർക്ക് ടെൻഷനാണ്. ആ ടെൻഷനിൽ കാരണം അവർ ചെയ്യുന്ന ഒബ്സസീവായ കമ്പൽസീവായ പ്രവൃത്തികൾ, ആ പ്രവൃത്തികൾ അവരുടെ സ്വാസ്ഥ്യം അല്ലെങ്കിൽ മനസ്സിൻ്റെ ഒരു സ്വസ്ഥത നഷ്ടപ്പെടുത്തുന്നു എന്നുള്ളതാണ് നമ്മൾ അറിയേണ്ടത്. അതായത് സ്വസ്ഥമായ ഒരു ജീവിതം അവർക്ക് ലഭിക്കുന്നില്ല. എപ്പോഴും ടെൻഷൻ അടിക്കുന്നത് കൊണ്ടാണ് ആ ഒരു കമ്പൽസീവായ പ്രവൃത്തികളിലേക്ക് അവർ പോകുന്നത്. ചിലപ്പോൾ ഒരു പക്ഷേ അവർ വീട്ടിൽ പോയതിന് ശേഷം അവർക്ക് ഈ ഒരു വാതിൽ കൃത്യമായി അല്ലെങ്കിൽ ഈ ഒരു ഷട്ടർ കൃത്യമായിട്ട് ലോക്ക് ചെയ്തോ എന്ന് വീണ്ടും സംശയം വന്നാൽ അവർ ആ വണ്ടിയെടുത്ത് വീണ്ടും തിരിച്ചു വരികയും അത് വീണ്ടും വീണ്ടും പരിശോധിക്കുകയും ചെയ്തേക്കാം. ഇതിനും കാരണം ഒബ്സസീവായ ചിന്തകൾ മനസ്സിൽ വരുന്നതാണ്. അപ്പോൾ ഇതിൽ ഏറ്റവും പ്രധാനമായും മനസ്സിലാക്കേണ്ടത് ഒബ്സസീവ് കമ്പൽസീവ് ഡിസോർഡർ എന്നുള്ള ഒരു പ്രശ്നം, അതായത് ഒബ്സസീവ് കമ്പൽസീവായ കാര്യം ഒരു ഡിസോർഡറായി എപ്പോൾ നമ്മളെ ബാധിക്കുന്നു എന്നുള്ളത് തിരിച്ചറിയുക എന്നുള്ളത് അതിപ്രധാനമായ കാര്യമാണ്. അത് എപ്പോൾ നമ്മൾ തിരിച്ചറിയുന്നുവോ ആ ഒരു നിമിഷം മുതൽ നമ്മളതിനു വേണ്ട ചികിത്സയും മറ്റ് പ്രതിരോധ മാർഗങ്ങളും സ്വീകരിക്കേണ്ടത് അത്യാവശ്യമാണ്. ഈ വീഡിയോ പരമാവധി നമുക്ക് ഒരു കൃത്യമായ ധാരണ, എന്താണ് OCD നമ്മളുടെ ജീവിതത്തിൽ നമ്മുടെ നല്ല നിമിഷങ്ങളെ, നമ്മുടെ ജീവിതത്തിലെ സൗഖ്യങ്ങളെ അല്ലെങ്കിൽ സന്തോഷങ്ങളെ എങ്ങനെ കവർന്നെടുക്കുന്നു, നമ്മളെങ്ങനെ OCDയുടെ അടിമകളായി മുന്നോട്ട് പോകുന്നു എന്നുള്ളതിന് ഒരു പ്രധാന ഉദാഹരണമാണ്. ഈ ഒരു വീഡിയോ ഇതിൽ ഉള്ള ആളുകളെ കളിയാക്കുവാനോ അല്ലെങ്കിൽ അവരുടെ മാനസികാസ്വാസ്ഥ്യങ്ങളെ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കാനോ ഒന്നുമല്ല. ഇതൊരു എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി മാത്രമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത്രയും സീരിയസ് ആയ ഒരു അവസ്ഥയിലൂടെ നമ്മൾ കടന്നു പോവുകയാണെങ്കിൽ ഒരു കൃത്യമായ ചികിത്സാ രീതി സ്വീകരിക്കാൻ മറക്കാതിരിക്കുക. നന്ദി, നമസ്കാരം.